ഇന്ന് തീ പിടിപ്പിച്ചാൽ 30ാമത്തെ ദിവസമേ അത് കിടത്താൻ പാടുള്ളൂ. 28 പച്ചമരുന്നുകൾ 28 ദിവസം ആട്ടി അരിച്ച് എണ്ണയിൽ പാകപ്പെടുത്തുന്നതാണ്. ഒരു മരുന്ന് പോലും കുറയില്ല. എന്നുവെച്ചാൽ 100% നമ്മൾ ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. താരൻ, മുടികൊഴിച്ചില്, അകാലനര, പ്രസവാനന്തര മുടികൊഴിച്ചില് ഇതൊക്കെ പെട്ടെന്ന് ഈ ഓയിൽ കൊണ്ട് കഴിയും. ഒരിടങ്ങഴി എണ്ണയ്ക്ക് 16 ഇടങ്ങഴി നീരാ വേണ്ടത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കാച്ചിയെടുത്താൽ അത് യാതൊരു ഗുണവും ഉണ്ടാവില്ല. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പാരമ്പര്യ നാട്ടുവൈദ്യത്തെ കുറിച്ച് ഉള്ള അന്വേഷണത്തിനിടയിൽ പലതരം പാരമ്പര്യ നാട്ടുവൈദ്യന്മാരെ കുറിച്ചും ഒക്കെയുള്ള അന്വേഷണത്തിന്റെ ഇടയിലാണ് രാഘവൻ വൈദ്യരെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അതേപോലെ തന്നെ രാഘവൻ വൈദ്യരുടെ അമൃത ഹെയർ ഓയിലിനെ കുറിച്ചും കേൾക്കാനിടയായി. അപ്പോൾ വൈദ്യരെ ഒന്ന് വന്ന് കണ്ട് അതിന്റെ വിശദ വിവരങ്ങളൊന്നും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് താങ്കളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? അമൃത ഓയിൽ എന്ന് പറയുന്നത് 150 വർഷത്തിന് മുൻപ് എൻ്റെ പിതാക്കന്മാരായ കൊണ്ടു നടന്ന ഓയിലാണത്. കാട്ടിൽ നിന്നും പറിച്ചെടുക്കുന്ന പച്ചമരുന്നുകളുടെ സത്തുക്കൾ കൊണ്ട് പരമ്പരാഗത രീതിയിൽ തയ്യാർ ചെയ്യുന്ന ഒരു ഓയിലാണത്. അത് എന്ത് എണ്ണയിലാണ് ഈ ഓയിൽ, ഈ ഒരു മരുന്നായിട്ടുള്ള ഓയിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് പറയാം? ഞാൻ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിലാണ് 28 തരം പച്ചമരുന്നുകൾ ചേർത്ത് കനൽ കെടാതെ 28 ദിവസം തികർത്തിച്ച് 28-30 ദിവസം കൊണ്ട് അത് കാച്ചിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള ഹെയർ ഓയിലുകൾ കിട്ടുന്നുണ്ട്. നാട്ടു വൈദ്യന്മാർ ചെയ്തിട്ടുള്ളതും അതുപോലുള്ള പല മരുന്നുകളും നമുക്ക് ഹെയർ ഓയിലുകളായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മരുന്നുകൾ ഉണ്ടായിരിക്കുമോ, ഒരുപാട് ഹെയർ ഓയിലുകൾ ഉണ്ടായിരിക്കുമോ? അതിൽ നിന്ന് ഈ അമൃത ഹെയർ ഓയിൽ ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? പച്ചമരുന്നുകളുടെ സത്തുകൾ കൊണ്ട് 28 ദിവസം എണ്ണയിൽ എന്നുവെച്ചാൽ ഒരു മരുന്ന് 1, 2 മരുന്ന് അങ്ങനെ തുടങ്ങിയ 28 പച്ചമരുന്നുകൾ 28 ദിവസം ആട്ടി അരിച്ച് എണ്ണയിൽ പാകപ്പെടുത്തുന്നതാണ്. ആ എണ്ണ ഉണ്ടാക്കുന്നതും ഞാൻ നേരിട്ട് സ്വന്തമായ രീതിയിലാണ് ആട്ടിയെടുക്കുന്നത്. മറ്റുള്ളവരുടെ ആശ്രയിക്കാത്ത രീതിയിൽ വൈദ്യർ തന്നെ നേരിട്ട് കാട്ടിൽ കയറി പച്ചമരുന്നുകൾ ശേഖരിക്കുന്നു. സ്വന്തമായി ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അത് ഓരോ ദിവസവും ചേർത്ത് കൊടുത്ത് പരുവപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തലയിൽ താരൻ, മുടികൊഴിച്ചില്, അകാലനര, അതേപോലെ തന്നെ ഫംഗസ് മൂലം ഉണ്ടാകുന്ന കഷണ്ടി, പിന്നെ പ്രസവാനന്തര മുടികൊഴിച്ചില്, അതേപോലെ തന്നെ ക്യാൻസർ വന്നിട്ട് ഹീമോഗ്രാഫി എടുത്ത അത് കൊഴിഞ്ഞു പോയ മുടി, ഇതൊക്കെ പെട്ടെന്ന് ഈ ഓയിൽ കൊണ്ട് കഴിയും. അപ്പോൾ ഇത് വൈദ്യുതി പറഞ്ഞില്ല, ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള മരുന്നുകളാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 28 ദിവസം പൂർത്തീകരിക്കുന്നു. പിന്നെ 2 ദിവസം കൂടെ കൂടുതലായിട്ട് തിളപ്പിച്ചെടുത്ത് 30 ദിവസം പരുവപ്പെടുത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 30 ദിവസം അത് അതേപോലെ ആ പ്രോസസ്സിങ് അതുപോലെ തന്നെ ഞാൻ നടന്നു പോവുകയാണോ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചൂടായിക്കൊണ്ടിരിക്കുക. ഇന്ന് തീ പിടിപ്പിച്ചാൽ 30ാമത്തെ ദിവസമേ അത് കിടത്താൻ പാടുള്ളൂ. അതുവരെയും ഈ ഓരോ മരുന്നും നമ്മൾ വല്ലതും ഇത് ഒരിടങ്ങഴി എന്ന് പറയുന്നത് ഒരിടങ്ങഴി എണ്ണയ്ക്ക് 16 ഇടങ്ങഴി നീരാ വേണ്ടത്. അപ്പൊ അത് കണക്ക് കൂട്ടിയിട്ടുള്ള ഇത് വറ്റിച്ചിടണം. അങ്ങനെ ഒന്നിച്ചുള്ള മരുന്നുകളാകുമ്പം ഒന്നും ഗുണമുണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ നീരുകൾ അത്രത്തോളം അത് വറ്റിച്ചെടുത്ത് ഈ 28 ദിവസം പിന്നെ 2 ദിവസം 30 ദിവസവും ഈ കനൽ കെടാതെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകും. അതെ, 30 ദിവസവും കനൽ സൂക്ഷിക്കണം. കാരണം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കത്തിച്ച കനല് ചാരവിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് ഇങ്ങനെ നിലനിൽക്കും. പിറ്റേ ദിവസം രാവിലെ വരെ ആ ചൂട് നിലനിൽക്കും. അപ്പൊ ഈ എണ്ണയുടെ ചൂട് ഒരിക്കലും നഷ്ടപ്പെടാതെ അതേ പരുവത്തിൽ തന്നെ അത് കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കാച്ചിയെടുത്താൽ അത് യാതൊരു ഗുണവും ഉണ്ടാവില്ല. മരുന്ന് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഈ മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഈ എണ്ണ ഉപകാരപ്രദമാണ്. ഇപ്പൊ നമുക്ക് മുടി പൊട്ടിപ്പോകൂലേ, അതുപോലെ താരൻ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഓയില് സാധാരണ ഇതിൽ പല ഓയിലുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സിന് മുകളിലുള്ള കുട്ടികളെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ എണ്ണ തന്നെയാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അതായത് 1 വയസ്സ് മുതലുള്ള കുട്ടി പ്രായമായവർ വരെ ഉപയോഗിക്കാം. ഒരേപോലെ ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല. ഇവര് ഉപയോഗിച്ചിട്ട് വെയിൽ കൊള്ളുവോ മഴ കൊള്ളുവോ എന്തും കൊണ്ടോണ്ടേ
ഒരു വിഷയം പലപ്പോഴും കേൾക്കാറുണ്ട്, പല എണ്ണകളും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചതിന് ശേഷം ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊള്ളുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലനീരിറക്കം വരുന്നു, അല്ലെങ്കിൽ മൂക്കടപ്പ്, അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കേൾക്കാറുണ്ട്. അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഓയിലിനെ സംബന്ധിച്ച് വരാനുണ്ടോ? ഇല്ല. കാരണം അതേ ഇതിന് പരുവം എന്ന് പറയുന്നത് ഒരു എണ്ണ കാച്ചിയെടുക്കുന്നതിന് പരുവമുണ്ട്. ആ പരുവത്തിലാണ് ഈ എണ്ണ കാച്ചിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 28 ദിവസവും മരുന്ന് ഒഴിച്ച് 32 ദിവസം കൊണ്ട് കാച്ചിയരിച്ചെടുക്കുന്നത്. അപ്പോൾ 30 ദിവസം കനൽ കെടാതെ അത്രത്തോളം പരുവത്തിൽ എത്തുന്നത് വരെയും അത് കാത്തിരുന്നത് തന്നെ ചെയ്യുന്നത് കൊണ്ട് വൈദ്യർക്ക് അത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എന്നിട്ടോ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും എണ്ണ ഉപയോഗിച്ച് 15 ദിവസം ഉപയോഗിച്ചതിന് ശേഷമേ ഈ സാധനം പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ കോമൺ മാർക്കറ്റിൽ, നമ്മുടെ സാധാരണ വിപണിയിൽ പലപ്പോഴും ഇപ്പോൾ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാട്ടുവൈദ്യം ഇതുപോലെ എണ്ണ കാച്ചുന്നൊക്കെ എണ്ണകളും മറ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനോഭാവത്തിന്, ആളുകളുടെ ആ ഒരു മനോഭാവത്തിനെ മുതലെടുക്കാൻ വേണ്ടി ചില കള്ള വൈദ്യന്മാരിറങ്ങി അവർ ഒരു റിസൾട്ടും ഇല്ലാത്ത മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് വൈദ്യർക്ക് എന്താ പറയാനുള്ളത്? വൈദ്യന്മാരെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതല്ല ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ഒറ്റ കാര്യം പറയാം. ഇന്ന് ഈ വട്ടം രോമം കൊഴിക്കുന്ന ഒരു രോഗമുണ്ട്. രോമം കൊഴിയുക, ശരീരത്തിൽ തലയിൽ അങ്ങനെ വന്ന് കൊഴിഞ്ഞ് ശരീരം മൊത്തമുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോവുക. ആ കൊഴിഞ്ഞു പോകുന്നതിനും ഈ ഓയിൽ അത് ഈ എനിക്കല്ലാതെ എൻ്റെ അറിവിൽ ഒരാളും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു വട്ടത്തിൽ മുടി കൊഴിഞ്ഞു വരുന്നതിനുള്ള ഒരു ചികിത്സാ രീതി, അതിനുള്ള പറ്റുന്ന ഒരു മരുന്ന്. ഇപ്പോൾ മറ്റൊരു സംശയം ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മഴക്കാലോ അതല്ലെങ്കിൽ മഴ പോകുന്ന ആ ഒരു സമയമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ വൈദ്യർക്ക് കാട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുലഭമായിട്ട് മരുന്നുകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അതേസമയം ഒരു വേനൽ വന്നു, ഒരു വരൾച്ച സമയമൊക്കെയാണ് വരുന്നതെങ്കിൽ ആ സമയത്തും ഇതുപോലെ ആവശ്യമുള്ള മരുന്നുകൾ കാട്ടിൽ കയറി പറിച്ചെടുക്കാൻ കിട്ടില്ലല്ലോ. അങ്ങനെയുള്ളൊരു സമയത്ത് വൈദ്യര് ഏത് രീതിക്കാണ് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക? അതിന് ഞാൻ ചെയ്യുന്നത് ഒരു 4 മാസത്തേക്ക് ഉള്ള മരുന്ന്, അതായത് നശിച്ചു പോകുന്ന മരുന്നുകളുണ്ട്. അതായത് വേനൽ വരുമ്പോൾ നശിച്ചു പോകുന്ന മരുന്നുകൾ, അല്ലാതെയുള്ള മരുന്നുകളുണ്ട്. അമരി തുടങ്ങിയ അത് എപ്പോഴും കിട്ടും, നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ മരുന്നുകൾ, അതായത് കിട്ടാത്ത മരുന്നുകൾ, നശിച്ചു പോകുന്ന മരുന്നുകൾ, അതിനെ ഞങ്ങൾ പറിച്ച് എണ്ണയിൽ ചേർത്തോണ്ട് വയ്ക്കും. മുപ്പിക്കാതെല്ലാം ചളിപ്പരുവത്തിട്ടും. ചളിപ്പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പരുവുണ്ട്. വൈദ്യന്മാർക്ക് ആൾക്കറിയാം, ചളിപ്പരുവ് എന്ന് പറയും. ആ ചളിപ്പരുവത്തിൽ അവിടെ ഇടും. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള പകർത്തിയെടുത്ത് എണ്ണ കാച്ചും. പിന്നീട് മറ്റു മരുന്നുകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കിട്ടാവുന്ന മരുന്നുണ്ടല്ലോ, വേണമെങ്കിൽ കിട്ടാവുന്ന മരുന്നുകളുണ്ട്. ആ കിട്ടാവുന്ന മരുന്നുകൾ നമ്മൾ ചേർത്ത് എന്ന് വെച്ചാൽ ഒരു മരുന്ന് പോലും കുറയില്ല. എന്ന് വെച്ചാൽ 100% നമ്മൾ ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ മരുന്നുകൾ എല്ലാ മരുന്നുകളും കൃത്യമായ അളവിൽ ചേർത്ത് തന്നെ ഏത് കാലാവസ്ഥയിലായിരുന്നാലും കിട്ടാത്ത മരുന്നുകൾ സൂക്ഷിച്ചു വെച്ച് എന്നിട്ട് കൃത്യമായ രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കും. മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതായി കൊടുക്കുള്ളൂ, ചെയ്യുള്ളൂ. അതായത് കൃത്യമായ മരുന്ന്. അതാണ് മരുന്നിന്റെ വിശ്വാസത. മറ്റു പല ആളുകളും ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചില കള്ളനാണയങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് പലപ്പോഴും കിട്ടാത്ത മരുന്നുകൾക്ക് പകരം അത് സ്കിപ്പ് ചെയ്തുകൊണ്ടൊക്കെ മരുന്നുകൾ വിപണിയിൽ എത്തിക്കുന്നതായിരിക്കും ചിലപ്പം വിചാരിച്ച രീതിയിൽ റിസൾട്ടുകളൊക്കെ കിട്ടാതെ പോകുന്നത് പലർക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വൈദ്യർ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഈ അമൃത ഹെയർ ഓയിൽ കിട്ടും. പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകളെ പിന്നെ പലപ്പോഴും ക്ലോറിനേഷൻ ചെയ്ത വെള്ളം, ഈ ക്ലോറിൻ വാട്ടറൊക്കെ ഉപയോഗിച്ച് തലയൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ കുളിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് ഈ അമൃത ഹെയർ ഓയിൽ എത്രത്തോളം ഫലപ്രദമാണ്? ഞാൻ പറഞ്ഞില്ലേ, തലയോട്ടിയിലുണ്ടാവുന്ന ഈ ഒരു പ്രശ്നം, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ തലവേദന ഒക്കെ ഉണ്ടാവുകയും മുടി വളരാതിരിക്കുകയും മുടി മുളയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ ഉണ്ട്. അതിന് ഈ എണ്ണ ഫലപ്രദമാണ്.
അപ്പൊ ഈ ക്ലോറിൻ കലർന്ന വെള്ളമോ ഉപ്പ് വെള്ളം എന്നൊരു വിഷയമില്ല. എല്ലാ രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ എണ്ണ നമ്മൾ നല്ല ഇതിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരം തന്നെയാണ് ഈ എണ്ണ. പിന്നെ മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇപ്പോൾ ചെയ്യാറുണ്ടോ? മൈഗ്രീൻ, അതായത് ഒരു 90% മൈഗ്രീനും ഈ എണ്ണയിൽ പോകും. എണ്ണയിൽ 90% മൈഗ്രീൻ പോകും. അതായത് വലിയ തലവേദന എന്ന് പറയുന്ന വലിയ മൈഗ്രീൻ ഉണ്ട്, അതിന് നമ്മൾ വേറെ ചികിത്സ കൊടുക്കണം, പ്രത്യേകം. പിന്നെ ടോൺസിൽ, ഇതേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്യാനേ കഴിയുള്ളൂ, സമയം കിട്ടൂല. പ്രായം 72 50 വയസ്സിൽ തുടങ്ങിയതായി. ഇത് 50 വർഷത്തോളമായി. 50 വർഷമായി. 72 വയസ്സ് പ്രായമുണ്ട്. 72 വയസ്സ് പ്രായമായി. അത്രത്തോളം എന്താ പറയാ, ഈ 50 വർഷത്തെ ഒരു പരിചയം ഈ ഒരു കാര്യത്തിലുണ്ട്. നമ്മൾ ആത്മാർത്ഥതയായിട്ടേ ഈ മരുന്ന് കൊടുക്കുകയുള്ളൂ. വലിയ ഒരു ഇത് ചെയ്യാനോ ഒന്നുമില്ല. ആത്മാർത്ഥമായിട്ട് മരുന്ന് ഉണ്ടാക്കുന്നു, കൊടുക്കും. അതുകൊണ്ടാണ് പല പേരിൽ നിന്നും എനിക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് വൈദ്യരെ അന്വേഷിച്ച് ഞാൻ ഇവിടെ വരെ എത്തിയത്. കാരണം ഒരുപാട് ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ ഈ അമൃത ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ വൈദ്യരെ തേടി ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഒരു 150 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യ ചികിത്സ ചെയ്തിട്ടുള്ള ആ തലമുറയിൽ ഉള്ള നിങ്ങൾ ഇപ്പോഴുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാനുള്ള ഒരു കാരണമായി എന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറകളിലേക്ക് കൈമാറി ഈ വന്നിട്ടുള്ള ഈ അറിവുകൾ നമ്മൾ പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കാണിച്ച ഈ മനസ്സിന് നന്ദി. നമസ്കാരം.